C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാനാണോ പറഞ്ഞു വിട്ടത്? അവള് തന്നെ ഇഷ്ടത്തിന് പോയതല്ലേ? എങ്ങനെ പോകാതിരിക്കും? രാഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ 2 പെമ്മക്കളും അതിനെ ഇട്ട് പൊരിക്കുമായിരുന്നു. പിന്നെ രാഗം വന്നു കഴിഞ്ഞാൽ ജീവൻ കാണുമോന്ന് അതിന് സംശയം തോന്നുന്നതിൽ അത്ഭുതമില്ലല്ലോ. നിങ്ങൾക്ക് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് രാഗത്തിനറിയില്ലേ? എന്ന് നിങ്ങളെപ്പോലെ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഭയങ്കര വിശ്വാസമാ. അവള് പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിയാണെന്ന് കല്യാണത്തിന് മുൻപ് തന്നെ ജ്യോത്സ്യം പ്രവചിച്ചത് 100% സത്യമായി വന്നിരിക്കുക. അത് യഥാർത്ഥ സംഭവം അറിയാത്തതുകൊണ്ടാ രാഗം അങ്ങനെ സംസാരിക്കുന്നത്. നടന്നതൊക്കെ എന്റെ മോൻ എന്നോട് വിശദീകരിച്ചു കഴിഞ്ഞു. അതൊക്കെ അവൻ നേരത്തെ അറിഞ്ഞതാ. ഡോക്ടർ ഇക്ബാല് അവൻ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞതാ. ഗംഗയോടോ? എന്നോട് ആ സമയത്ത് പറഞ്ഞില്ല. കല്യാണത്തിന് മുൻപ് പറഞ്ഞായിരുന്നോ? ആ സംഭവത്തിന്റെ സൂത്രധാരനായ സദാനന്ദനും അവന്റെ മോനും കൂടെ അന്ന് ജയലാല് ഹോസ്പിറ്റലിൽ കിടന്നപ്പം എന്നോടെല്ലാം പറഞ്ഞിരുന്നു. അതായത് കല്യാണത്തിന് മുമ്പല്ലേ? അതെ. എന്നിട്ട് എന്തുകൊണ്ടാ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ പറ. ജയലാലിന് ദീപമോളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അന്ന് ആ കുട്ടിയല്ലാതെ വേറെ ആരും വേണ്ടെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ കൂടെ നിന്നത്. അപ്പൊ ഞാൻ അറിയാതെ മക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ? അയ്യോ, ഈ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്തുള്ളൂ. എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? എന്റെ 2 ആൺമക്കളും എന്ത് തെറ്റ് ചെയ്താലും അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാ നിങ്ങള്. ജയൻ നമ്മുടെ വീടിന് പറ്റാത്ത ഒരു ബന്ധം എടുത്തിട്ടില്ലല്ലോ രാഘവ്. അപ്പോ നമ്മുടെ വീടിന്റെ അന്തസ്സിന് ചേർന്ന ഒരു ബന്ധമാണ് ദീപയുടേതെന്നല്ലേ? ചേച്ചി, ചേച്ചി, എന്താ മോളെ? അതെ, കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതറിഞ്ഞില്ലേ? ആരാ? ഒന്ന് വന്ന് നോക്ക്, അപ്പ അറിയാലോ. ആരാന്ന് പറഞ്ഞൂടെ? ഭർത്താവ് വന്നിട്ടുണ്ട്, കൂടെ അമ്മായിയമ്മേ. കണ്ടപ്പോ ഞങ്ങളും ഞെട്ടി, ഇതുപോലെ തന്നെ. പക്ഷെ കേട്ടത് സത്യ. ലാലേട്ടനൊപ്പം പട്ടാളച്ചിട്ടയുള്ള അമ്മയും വന്നിട്ടുണ്ട്. അവരെന്താ ഇപ്പൊ ഇങ്ങോട്ട്? അതെന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയണ്ടേ? ചേച്ചി അങ്ങോട്ട് വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. മറ്റെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ഇനി നമ്മുടെ വീടടക്കം ആക്ഷേപിക്കാനാണോ വന്നതെന്ന് അറിയില്ല. ചിലപ്പോ ചേച്ചിയും കൂടി വന്നതിന് ശേഷം പറയാനുള്ളത് പറയും. ജയിലിൽ പോയി കണ്ടവരോടൊക്കെ ലാലേട്ടന്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ഉള്ളി വെച്ചോണ്ട് അന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിനി പുറത്തേക്ക് വരും ചേച്ചി വന്നു കഴിയുമ്പോ. എനിക്ക് പേടിയാ മോളെ അങ്ങോട്ട് വരാൻ. എന്തിനാ ചേച്ചി പേടിക്കുന്നത്? നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരെന്ത് ചെയ്യാനാ? ചേച്ചി തല്ലു? അങ്ങനെയാണെങ്കി അവരും തല്ലുകൊണ്ടേ പോകത്തുള്ളൂ. നമ്മുടെ അമ്മ തന്നെ തിരിച്ചു കൊടുക്കും. ഇപ്പൊ തന്നെ പരിധി വിട്ടിരിക്കുക. ലാലേട്ടൻ വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യം. അമ്മ വിളിക്കരുതെന്ന് പറഞ്ഞു കാണും. പിന്നെ വിളിക്കാൻ പറ്റൂ? ഇന്ന് ജയിലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അവിടുന്ന് വരുന്ന വഴിക്ക് ഇവിടെ കയറിയതായിരിക്കോ? അല്ലല്ലോ. അമ്മയുമായി വീട്ടിലെത്തിയെന്ന് ഇടയ്ക്ക് വിളിച്ചപ്പോ ലാലേട്ടൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇയാള് മറ്റൊരാളായിട്ട് മാറി. സത്യം പറ പ്രേമേട്ടാ, ആരാ പ്രേമേട്ടനെ വരട്ടിയത്? എന്നെ ആരെങ്കിലും വരട്ടിട്ടുണ്ടെങ്കിലേ അവരധികം വൈകാതെ നിങ്ങളെയും കാണാൻ വരും. അത് കഴിയുമ്പോ നിങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വന്നോളൂ. എന്നോട് കാർത്തി പറഞ്ഞിട്ടുണ്ട് ബുള്ളറ്റ് ജഗൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ പറ്റി. അവനാ അവളുടെ അനിയത്തിയുടെ കാമുകൻ. അവനല്ലേ എന്ന് കല്യാണത്തിന് കാർത്തിയെ കൊണ്ടുവന്നിരുത്തി കല്യാണം കാണിപ്പിച്ചത്? അതെ, കാർത്തിയുടെ അച്ഛനാ ആ നാട് ഭരിക്കുന്നത്. അയാള് വിചാരിച്ച ആരെ വേണമെങ്കിലും തല്ലാനും കൊല്ലാനും കള്ളക്കേസിൽ കൊടുക്കാനും ഒക്കെ പറ്റും. പക്ഷേ അവർക്ക് പോലും ഇവനെ പേടിയാ, ഈ ബുള്ളറ്റ് ജഗനെ. നിങ്ങളുടെ ദേഹത്തിന് അവൻ ബുള്ളറ്റ് വല്ലതും കയറ്റിയോ? അയ്യോ, അവന്റെ ബുള്ളറ്റ് എങ്ങാണ് എന്റെ ദേഹത്ത് കയറിയ പിന്നെ ഹേമയ്ക്ക് എന്നെ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഹേമേ, എങ്കിലയാള് കൈ പിടിച്ചു പിടിച്ച് കാണും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ പറഞ്ഞ ബുള്ളറ്റ് ജഗനുണ്ടല്ലോ, ഇരട്ട ചങ്കനല്ല, ട്രിപ്പിൾ ചങ്കന. ദീപയെ അവളുടെ വീട്ടുകാരെയും പിണക്കുന്നത് ബുള്ളറ്റ് ജഗനെ പിണക്കുന്നതിന് തുല്യവാ. അവൻ അവന്റെ കൂട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലേ വീട് കയറി അടിച്ച് വെളുപ്പിക്കും. പിന്നെ ജയനളിയനുള്ളത് കൊണ്ട് അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് കരുതാം.
എന്തായാലും ഒന്ന് പൊടിക്ക് ഒതുങ്ങാൻ പറ രണ്ടു മക്കളും കൂടെ. അമ്മായി ഇതുവരെ മറ്റുള്ളവരുടെ തലയടിച്ച് പൊട്ടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി ഇത്തിരി മയപ്പെട്ടില്ലെങ്കിലേ അമ്മായിയുടെ തലയടിച്ച് പൊട്ടിക്കാനും ചിലപ്പോ ആൾക്കാർ വന്നെന്ന് വരും. മക്കളുടെ മുന്നിട്ടായിരിക്കും അത് ചെയ്യുന്നത്, അത് മറക്കണ്ട. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായോ? അവനാണ് പ്രേമേട്ടന്റെ സ്വഭാവം മാറാനുള്ള കാരണം. പോണോ വേണ്ടയോന്ന് അമ്മ പറയട്ടെ, എന്നിട്ട് പോയാ മതി. എന്നവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ലാലേട്ടൻ വിളിച്ചു പറഞ്ഞേനെ അമ്മ വിളിക്കുമ്പോ വീട്ടിലേക്ക് വരണ്ടെന്ന്. എന്നാലും എനിക്കൊരു ആത്മവിശ്വാസം ഇല്ല ചേച്ചി. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വിശാല മനസ്കൊന്നും അല്ല ലാലേട്ടന്റെ അമ്മ. അമ്മ, ചേച്ചി എന്താ വേണ്ടത്? കൂടെ പോണോ? മോൾ എന്താ പറയുന്നത്? ഞാൻ എന്താ അമ്മ പറയേണ്ടത്? കൊല്ലാനാണോ വിളിച്ചോണ്ട് പോകുന്നതെന്ന് സംശയമുണ്ടമ്മേ. അവരിന്ന് ജയിലിൽ നിന്ന് വന്നതേ ഉള്ളൂ. തൊട്ടു പിന്നാലെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജയലാലും അവിടെ ഉണ്ടല്ലോ. എന്തായാലും വന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനി പോവാതിരിക്കുന്നത് ശരിയാണോ? ഞാനും അത് തന്നെ ആലോചിച്ച. ചിലപ്പോ ജയലാലിന്റെ സ്നേഹം കണ്ടിട്ട് ഇനി ഇളയ മോനെ കൂടി നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി അവരിങ്ങനൊരു തീരുമാനം എടുത്തതാണെങ്കിലോ? അങ്ങനെ ആണെങ്കിലാ പേടിക്ക. ഭീഷണിയുണ്ട്, ഭീഷണിയുണ്ട്. ഇത് ജഗന്റെ ലീലാവിലാസം തന്നെ. നീ വാ. ആരും അന്തം വിട്ട് നോക്കണ്ട. ഇവൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ ഇവളെ. എന്നു മാത്രമല്ല, എന്നോടും നിങ്ങളോടും നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും കല്യാണത്തിന് മുമ്പ് തന്നെ ഇവൻ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനുശേഷമാ പെണ്ണ് കാണാൻ പോയത് പോലും. എന്നിട്ട് ഇവളുടെ കുറ്റവും കുറവുകളും ഒന്നും ഒരു പ്രശ്നമല്ലാന്ന് പറഞ്ഞിട്ടാ ഇവളെ എന്റെ മോൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ളപ്പോ ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. അമ്മ എന്താ ഇങ്ങനെ? അതെന്താ മുള്ള നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ നടന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത്. എന്ത് നടന്നു എന്നാ പറയുന്നേ? ഇവള് വഴി തെറ്റി വന്ന ഒരുത്തിയാ. ഈ വീടിന്റെ പടി കടന്ന് വരാൻ പാടില്ലാത്ത ഒരുത്തിയാ. എന്ന് അമ്മയ്ക്ക് തോന്നിയില്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം? ഇവൾക്കൊപ്പം ജീവിക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. മോളെ, നീ വെറുതെ പ്രഷർ കൂട്ടരുത്. ദീപയെ ഈ വീടിന്റെ മരുമകളായി നിലനിർത്താൻ തീരുമാനിച്ചത് അമ്മയാ. ആ തീരുമാനം ഇനി മാറ്റാൻ പറ്റില്ല. കൊല്ലാനാണോ കൂട്ടിക്കൊണ്ടുവന്നത്? കൊല്ലാനും തിന്നാനും ഒന്നുമല്ല. എന്റെ മരുമകളായിട്ട് ഇവിടെ കഴിയാൻ തന്നെയാ കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ രണ്ടും ഇവളെ വേദനിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളിൽ ഒരാളായിട്ടേ ഞാൻ ഇവളെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല. ജഡത്തെക്കാളും വെറുപ്പാ എനിക്ക് ഇവളോട്. ഇവൾ ഒറ്റൊരുത്തി കാരണ എന്റെ ചേട്ടൻ എന്റെ കവിളിൽ തല്ലിയത്. അതെനിക്ക് ജന്മം മറക്കാൻ പറ്റില്ല അമ്മേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരവസരം ഒത്തു വന്നാ ഇവളെ ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല. ഓ, പ്രാർത്ഥനയിലായിരുന്നല്ലോ മരുമോള് തിരിച്ചു വരാനായിട്ട്. ദേ വന്നിട്ടുണ്ട്, കുടുംബം മുടിക്കാനായിട്ട്. കുടുംബത്ത് പറക്കാത്തവള്. ജയ, ഇവളെ കൂട്ടിക്കൊണ്ടുപോ. ഗംഗ എന്താ അന്തം വിട്ട് നിൽക്കുന്നെ? ഒന്നുമില്ല. അമ്മായി കിട്ടിയായിരുന്നോ?
എന്ത്? അല്ല, അവൻ ജയിലിലേക്ക് മറ്റോ വന്നായിരുന്നോ, ജഗൻ എന്ന് പറയുന്നവൻ? അവനെന്തിനാ ജയിലിലോട്ട് വരുന്നത്? അല്ല, അമ്മായിയുടെ മാറ്റം കണ്ടിട്ട് എന്തൊക്കെയോ സംഭവിച്ച ലക്ഷണം ഉണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ജഗനും എന്നെ കാണാനും വന്നിട്ടില്ല. ഇത് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. മരുമോളായിട്ട് ഒരുത്തു കയറി വന്നു. അവള് വന്ന പോലെ ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി രണ്ടാമത്തവളെയും കൂടി ഇറക്കിവിടാൻ വയ്യ. പ്രത്യേകിച്ച് ജയൻ അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ട്. ഈ തിരിച്ചു വരവിനുള്ള കാരണം അത് തന്നെയാ. അതുകൊണ്ടിനി നീയൊന്നും കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇനിയിപ്പൊ ഇഞ്ചി തരേണ്ട കാര്യമില്ല. അതേതാണ്ട് കടിച്ച പോലായി. അമ്മാവ, ഞാൻ പറഞ്ഞത് അമ്മായി നിഷേധിച്ചെങ്കിലും ബുള്ളറ്റ് ജഗന്റെ പങ്ക് ഇതിലുണ്ട്. അല്ലെങ്കിൽ അമ്മായിക്ക് ഇങ്ങനൊരു മാറ്റം ഈ ജന്മത്തുണ്ടാവത്തില്ല. ആ പോക്ക് നല്ലതിന് വേണ്ടിയാണെന്ന് ഉറപ്പുണ്ടോ? മറ്റൊന്നും കൊണ്ടുമല്ല, അവർക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അച്ഛാ, അമ്മയ്ക്കും ദേവിക്കൊക്കെ നല്ല ഭയമുണ്ട്. അതുപോലെ ദീപം ഭയന്നാ പോയിരിക്കുന്നേ. കൊല്ലാനാണോ കൊണ്ടുപോയതെന്ന് പറയാൻ പറ്റില്ലടാ. കൊന്നുകഴിഞ്ഞാ അവർക്ക് വീണ്ടും ജയിലിൽ പോകേണ്ടി വരില്ലേ? എടാ, അവരൊരു ഒന്നാന്തരം മനോരോഗിയാ. അവർക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം ഇപ്പൊ വേണ്ടത്. അത് ഞാൻ പലതവണ ദീപയോട് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ചികിത്സിക്കേണ്ട രോഗമുണ്ടോ അച്ഛാ? അത് ഡോക്ടറായ നിനക്കറിയാലോ. അവരുടെ ചിന്തയിൽ അവരാരെ തന്നെ ചതിച്ചാലും അവരെ ഈ ലോകത്ത് ആരും തന്നെ ചതിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോ കൊടും ചതിയല്ലേ സ്വന്തം മോനും മരുമോളും കൂടെ ചെയ്തിരിക്കുന്നേ. ദീപ തെറ്റ് ചെയ്തില്ലെന്ന് നമുക്ക് പറയാം, എന്നാ അവർക്ക് അങ്ങനെയല്ലല്ലോ. അതിനുള്ള ശിക്ഷ കൊടുക്കാനായിരിക്കും ഇപ്പൊ അവളെ വിളിച്ചോണ്ട് പോയത്. പക്ഷെ ഇപ്പൊ അവളെ വിളിച്ചോണ്ട് പോയപ്പോഴേ തന്റേടിയായ നിന്റെ അമ്മയ്ക്ക് കുറച്ച് നിബന്ധനകളൊക്കെ വയ്ക്കായിരുന്നു. എന്നിട്ട് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. പോട്ടച്ച, അവളിവിടെ അമ്മയുടെ അടുത്ത് നിന്നാലും പ്രശ്നോ? ആർഭാടമായിട്ട് കല്യാണം നടത്തിയതല്ലേ, പിന്നെ ഇനി വീട്ടിൽ വന്നിരിക്കുന്നത് ശരിയാണോ? എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും വിളിച്ചോണ്ട് പോയത് എന്തിനാണെന്ന്. ഇനിയിപ്പൊ അടുക്കളയിൽ കയറുമ്പോ ഗ്യാസ് പൊട്ടിത്തെറിക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ജയലാല് ദീപ എന്തായാലും ഒഴിവാക്കില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ തന്ത്രപൂർവ്വം ഒഴിവാക്കാനായിരിക്കും അവരുടെ ഇപ്പോഴത്തെ ശ്രമം. എന്ത് പുല്ലെങ്കിലും ആവട്ടെ, ഇനിയിപ്പൊ ദീപയ്ക്ക് എന്ത് സംഭവിച്ചാലും നിന്റെ അമ്മ സഹിക്കണം. ഞാനൊന്ന് വിളിക്കണോ? എന്തിനാ വിളിക്കുന്നേ? ദീപയെ അമ്മ വിളിച്ചോണ്ട് പോയെന്ന് നേരാണോ? കേട്ടത് സത്യമാ. ഇനി എന്തിനാണ് അവളെ വിളിച്ചോണ്ട് പോയെന്ന് അറിയേണ്ടത്. എന്താ സംശയം? കഴുത്ത് കണ്ടിക്കാൻ തന്നെയാ. എല്ലാരും ഒരുപാട് പ്രാർത്ഥിച്ചതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാറിയതാണെങ്കിലോ? എവിടെ മാറാനാ ഹരിയേട്ട? ഞാനാണെങ്കി ഒരു ജോത്സ്യനെ കണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് ഹരിയേട്ടന്റെ അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടിട്ട് പൂജ വരെ ചെയ്തു. എന്നിട്ടും മാറിയില്ല. അവസാനം പൂജ ചെയ്ത ആളെ പറഞ്ഞത് എന്താന്നറിയോ? രക്തരക്ഷസിന്റെ ജന്മ മാറില്ലാന്ന്. എന്റെ അമ്മയെ നീ രക്തരക്ഷസാക്കിയാണോ? ആ, അതിലും മുകളിലാണെങ്കിലേ ഉള്ളൂ. ഈ രക്തരക്ഷസിന് പോലും സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടാവും. ഇവിടെ അതും ഇല്ലല്ലോ. സ്വന്തം ജീവിതം, പെൺമക്കളുടെ ജീവിതം. അതിനപ്പുറം ഹരിയേട്ടന്റെ അമ്മയ്ക്ക് ഒരു ജീവിതവും ഇല്ല. അണ്ണൻ അവരുമായിട്ടൊക്കെ നല്ല ബന്ധമല്ലേ? ഒന്ന് വിളിച്ചു നോക്ക്. അല്ലെങ്കിൽ അളിയനെ വിളിച്ചോ. കൊല്ലാനാണോടാ അവര് കൂട്ടിക്കൊണ്ടു വന്നത്? അതേ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ചിരിച്ചോണ്ട് കഴുത്തറക്കാനാണ് കൊണ്ടുവന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദീപയ്ക്കുണ്ടായ അത്യാഹിതത്തെ പറ്റിയൊക്കെ അറിഞ്ഞ ശേഷം ജയലാലിന്റെ അമ്മ ഒന്നും പറഞ്ഞില്ല എന്നാ അയാള് പറഞ്ഞത്. അതെ, ആര് ചെന്ന് അമ്മായിയെ കണ്ടാലും അമ്മായിക്ക് കൂടുതലും മിണ്ടാട്ടം ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറപ്പിച്ചു അമ്മായി എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ വരുന്നേന്ന്. ആ പേടി കൊണ്ടാ ദീപ അമ്മായി വരുന്നതിന് മുമ്പേ സ്വന്തം വീട്ടിലേക്ക് പോയത്. എന്നാലിപ്പോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മായിയമ്മ മരുമകളെയും കൂട്ടി വന്നിരിക്കുക. ഇനി അവിടെ എന്തുണ്ടായാലും അപ്പം നീ എന്നെ വിളിക്കണം. കേട്ട വാർത്ത സന്തോഷമുള്ളതാണെങ്കിലും അതിന്റെ പിന്നിൽ ദുരുദ്ദേശം ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. അതിന് സാധ്യത കൂടുതലാണ് അണ്ണ.
അവളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യേണ്ടതല്ല. എടാ, ജയലാലിന്റെ അമ്മയ്ക്ക് ജീവന. അത് മാത്രമല്ല, ജയലാൽ ആ വീട്ടിലില്ലെങ്കിൽ ആ വീടിന്റെ നട്ടലൊടിയെന്ന് അവർക്കറിയാം. ഇനിയിപ്പോ ഇളയ മകൻ മൂത്ത മകനെ പോലെ വീട് വിട്ട് പോകാതിരിക്കാനായിരിക്കും അവരിങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത്. അണ്ണൻ പറഞ്ഞത് പോയിന്റ്. ജയലാലളിയൻ ആ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ആ വീടിന്റെ താളം തെറ്റും. എന്നുവെച്ചാ നീ പോലും അവിടെ കെട്ടിക്കേറി കിടക്കുമല്ലേ? ഭാര്യയ്ക്ക് പോലും ചെലവിന് കൊടുക്കാതെ അവരുടെ ചെലവിൽ ജീവിക്കല്ലേ? അങ്ങനെ ഉള്ളപ്പോ വീട്ടിലെ വരുമാനക്കാരെ ആരെങ്കിലും പുറത്താക്കൂ? പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലോടാ? അത് നേരാ. എന്തായാലും നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. അണ്ണൻ പറഞ്ഞോലെ ദീപയെ കൊല്ലാനാണോ അവിടെ താമസിപ്പിക്കാനാണോ തിരികെ വിളിച്ചതെന്ന് ദൈവത്തിനേ അറിയൂ. പിന്നെ അമ്മായി. എന്നാ ഞാൻ പോട്ടെ. ഒരിക്കലും ജയലാലിന്റെ അമ്മ മരുമോളെ തിരിച്ചു വിളിച്ചോണ്ട് വരേണ്ടതല്ല. ചെറിയ എന്തോ തെറ്റിയതിന്റെ പേരില്ല മൂത്ത മരുമകളുടെ തലമണ്ട അവരടിച്ചു പൊട്ടിച്ചത്. ഇവിടെ ഇപ്പൊ ദീപ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ നോട്ടത്തില് വിവാഹത്തിന് മുമ്പ് അഴിഞ്ഞാടിയ പെൺകുട്ടിയെ. അങ്ങനൊരു പെൺകുട്ടിയെ അവര് സ്നേഹത്തോടെ അരികിൽ നിർത്താൻ സാധ്യതയില്ല. അണ്ണൻ പറഞ്ഞ പോലെ വരുമാനം നഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കൂടി ദീപയെ അരികിൽ നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനേ അവർ നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരാളെ കൊന്നിട്ട് അത് ആത്മഹത്യയാക്കി തീർക്കാൻ ഒരു പാടുമില്ല. ജയലാലിനെ പോലും വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ അയാളുടെ അവളവിടെ തിരിച്ചെത്തിച്ച ആ ഭാഗ്യത്തിന്റെ മോള് ദീപയോ? അതെ. ജയിലിൽ നിന്ന് അമ്മായിയമ്മ ഇറങ്ങിയതുകൊണ്ട് അവളിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നാ ആ അമ്മായിയമ്മ തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ചാരു എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അവളുടെ അമ്മയുടെ സ്വഭാവം അവൾക്ക് പോലും ഇപ്പൊ പിടികിട്ടുന്നില്ല എന്ന്. അല്ല, ഇത് നമുക്ക് വലിയൊരു തിരിച്ചടിയാണല്ലോ. ഇതിന് പിന്നില് ജഗന്റെ കൈ ഉണ്ടാവോ? അവൻ അവരെ വിരട്ടിയതായിരിക്കോ? ആര് വിരട്ടിയാലും വിരളുന്ന ഇനോ അല്ല ജയലാലിന്റെ അമ്മയെന്ന വക്കീൽ എന്നോട് പറഞ്ഞത്. ഞാനും ചാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ജഗൻ വന്നിരുന്നു. പുതിയ ഗൂഢാലോചനയൊന്നും വേണ്ടെന്ന അവന്റെ മുന്നറിയിപ്പ്. ചാരു പോയപ്പോ ആ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണ്ടെന്നും പറഞ്ഞു. അവനെ കൊത്തിയറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ കൂടെയുള്ളവർക്ക് ഇപ്പോഴെന്നോട് വലിയ മതിപ്പൊന്നുമില്ല. ജഗന്റെ കൈകൊണ്ട് ചാവേണ്ടി വരുമെന്ന് അവന്മാർക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ആ ജഗനെ കാണുമ്പോ ഇപ്പൊ കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുള്ളില് ഭയമുള്ളതുകൊണ്ട് തന്നെയാ. കഴിഞ്ഞു പോയതൊക്കെ ഓർക്കുമ്പോ ഒന്നത്തെ പോലെ ഇനി ഒരു ആക്സിഡന്റ് കൂടി പ്ലാൻ ചെയ്യേണ്ടി വരും. എടാ, ഇതുപോലെ ഉള്ളവന്മാരെ ഒരിക്കൽ കൈ കിട്ടിയാ അതോടെ തീർക്കണം. എടാ, അന്ന് ജീപ്പ് തട്ടി അവൻ റോഡ് അരികെ കിടന്നപ്പോ നീ പോയി ശ്വാസം ഉണ്ടോന്ന് നോക്കണമായിരുന്നു. ആ സമയത്ത് വീണ്ടും അവന്റെ ദേഹത്തൂടെ ജീപ്പ് കയറ്റി ഇറക്കണമായിരുന്നു. 150 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ടാ ജീപ്പ് പിടിച്ചത്. പിന്നെ അവൻ ജീവിച്ചിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? അതിനുശേഷം നിനക്ക് ചാൻസ് ഇല്ലായിരുന്നോ കൊല്ലാൻ? ഇനിയിപ്പൊ നടന്നതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഇപ്പോഴെന്റെ മനസ്സ് നിറയെ ചാരുലതയാ. അവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരണം. അല്ല, അവക്കിപ്പോ നിന്നോട് എങ്ങനെയാ? ദേഷ്യമൊന്നുമില്ല. അവളുടെ ദേഷ്യം അത്രയും ഇപ്പൊ ഭാഗ്യത്തിന്റെ മോളോടാ. അവരെവിടെ? ജയലാലും ദീപയും? ദാ വരുന്നു. അമ്മയുടെ ഇളയ മോളും മൂത്ത മരുമോനും വന്നോന്ന് തിരക്കിയോ? എന്റെ ഭർത്താവിന് വയറിന് നല്ല സുഖമില്ലാന്നല്ലേ പറഞ്ഞത്? എനിക്കും വയറിന് നല്ല സുഖമില്ല. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടാ വന്നിരുന്നേ. പിന്നെ ഇവൾക്കൊപ്പം ഇരുന്ന് കഴിക്കുന്ന ഏർപ്പാടൊക്കെ നിർത്തിയിട്ട് കുറച്ച് ദിവസമായി, ഞാനും ചാരും ഒക്കെ. അതുകൊണ്ട് എനിക്ക് വേണ്ട. ദേ, ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവരുത്. മര്യാദക്കിരുന്ന് കഴിച്ചോളണം. എനിക്ക് വേണ്ടമ്മേ. വേണ്ടെങ്കിലേ നാളെ തന്നെ ഇവിടുന്ന് പ്രേമനെ വിളിച്ചോണ്ട് ഇറങ്ങിക്കോണം. ഇവിടെ എന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തവർ ഈ വീട്ടിൽ വേണ്ട. എന്താ അമ്മ ഇങ്ങനെ? ജയിലിൽ നിന്ന് വന്ന ശേഷം അമ്മയുടെ സ്വഭാവം പാടെ മാറി കേട്ടോ. ഇനി അങ്ങനെ പല മാറ്റങ്ങളും കാണേണ്ടി വരും ഇവിടെയുള്ളവര്. അത് ഇഷ്ടപ്പെടാത്തവർക്ക് തിരികെ പോവാം. രാഗം, ചാരു ഒന്നും കഴിച്ചില്ല ഇതുവരെ. ഞങ്ങള് പോയി വിളിച്ച അവള് വരില്ല. അറിയാലോ, അമ്മയെക്കാളും വാശി അവൾക്ക് ചില നേരത്ത്.
ഈ കുടുംബത്തിന് ദോഷമായിട്ട് ഒരു കാര്യവും ഞാൻ ചിന്തിക്കില്ല, ചെയ്യില്ല. അതെല്ലാവരും മനസ്സിലാക്കിയാ നല്ലതാ. ഞാൻ ഇരിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ വന്ന് കഴിച്ചോളാം. അതൊന്നും വേണ്ട. നീ ഈ വീടിന്റെ മരുമകളാ. അതുകൊണ്ട് എല്ലാവർക്കും ഒപ്പമിരുന്ന് ആഹാരം കഴിക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട്. അമ്മ തന്നെയാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ സംശയത്തിന്റെ ഒരാവശ്യവുമില്ല. ഞാൻ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ വീടിന് മുന്നോട്ട് പോവൂ. ദീപയെ ഞാൻ ഈ വീടിന് പുറത്താക്കിയ നീ ഇവളെ കാണാതിരിക്കോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരാതിരിക്കോ? അതില്ല. നിങ്ങളോടല്ല, അവനോടാ ഞാൻ ചോദിച്ചത്. നീ എന്താ ഒന്നും പറയാത്തത്? ദീപയെ പിരിയാൻ ഇനി എനിക്ക് പ്രയാസം ആണേ? പിന്നെ ഞാൻ ബലം പിടിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാ ഇവളെ ഞാൻ തിരികെ വിളിച്ചോണ്ട് വന്നത്. എന്നാ ഇതൊക്കെ ആദ്യമേ ആവായിരുന്നല്ലോ. അമ്മയ്ക്ക് ഏട്ടൻ ഇവളുടെ പിന്നാലെ പോകുന്നുള്ള പേടിയാ. അങ്ങനെ പോയിക്കഴിഞ്ഞാ വീട് നിശ്ചലമാവുമല്ലോ. അതെ, നിന്റെ ഭർത്താവ് ഇവിടെന്താ ചെലവിന് തരുന്നുണ്ടോ? ഇങ്ങേർക്ക് കിട്ടുന്ന പെൻഷൻ എന്തിനെങ്കിലും തികയോ? പിന്നെ എല്ലാവരും സുഭിക്ഷമായിട്ട് കഴിയുന്നെങ്കിൽ അത് ഇവന്റെ വരുമാനം കൊണ്ടാ. നിന്നെ കല്യാണം കഴിപ്പിച്ചതും നാളെ ചാരുവിനെ കല്യാണം കഴിപ്പിക്കുന്നതും ഇവൻ തന്നെയാ. അങ്ങനെയുള്ളപ്പോ മൂത്തവനെ പോലെ ഇവനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തായാലും ഇവളെ അമ്മ സ്നേഹിക്കുന്നുണ്ട്. ചാരു ഇനി ഭക്ഷണം കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവളെ കൊണ്ട് കഴിപ്പിക്കാൻ എനിക്കറിയാം. ഞാൻ എന്താ വരുന്നു. വെറുതെ ഉടക്കാൻ നിൽക്കണ്ട അമ്മേ. ഉടക്കൊന്നുമില്ല. പറയേണ്ട രീതിയിൽ സംസാരിച്ച ആരായാലും വരും. നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ. അമ്മ വന്നിട്ട് കഴിക്കാം. എന്താ നിനക്കത്ര ദേഷ്യം? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് നിനക്ക് നിർബന്ധമല്ലേ? അത് കിടക്കാൻ നേരത്തെ കൊണ്ടുവന്നാ പോരായിരുന്നോ? എന്തായാലും ഇന്ന് എനിക്ക് പാല് വേണ്ട. അതെന്താ അങ്ങനെ? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, അച്ഛന് കൊണ്ടുപോയി കൊടുക്ക്. നിനക്ക് എന്ത് പറ്റിയടാ മോനെ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയോട് പറയാൻ താല്പര്യമില്ല. അമ്മയുടെ പാട് നോക്കി പോകാൻ നോക്ക്. എന്തു പറ്റി? നീ സ്നേഹിക്കുന്ന പെണ്ണ് നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ? നിങ്ങളോട് പോവാനാ പറഞ്ഞത്. മനുഷ്യനിവിടെ സമനില തെറ്റിയിരിക്കോ? ഒരു കാരണമില്ലാതെ സമനില തെറ്റി നടക്കുന്ന ഒരു അച്ഛനും മോനും കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് അവനും അറിയില്ല, അവന്റെ അച്ഛനും അറിയില്ല. പണമാണ് മനസമാധാനം എന്നാ രണ്ടിന്റെ വിചാരം. അതെ, നിന്റെ അച്ഛൻ ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം പരാജയമായിരിക്കും മോനെ. അതോർത്താ നല്ലത്. കിടന്നായിരുന്നോ? ഇല്ല. നമുക്കേ ഇവളുടെ വീട് വരെ ഒന്ന് പോണം. എന്തിനാണമ്മേ? വെറുതെ ഒന്ന് പോണം. പിന്നെ ദീപയുടെ അച്ഛൻ പിണങ്ങിപ്പിരിഞ്ഞ് നിൽക്കുകയാണെന്നറിയാം. എന്നാ ആങ്ങളെ അങ്ങനെയൊന്നും അല്ലല്ലോ. അയാള് ഡോക്ടറായിട്ട് വന്നിരിക്കല്ലേ. എന്നിട്ട് അയാൾ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? അതിപ്പോ ദീപ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാലേ ഉള്ളൂ. അതിനു മുമ്പ് ദിലീപ് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നോ? ഞാനിവളെ തിരികെ വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ കുടുംബാംഗങ്ങള് തമ്മില് കുറച്ചുകൂടെ അടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കും ഒക്കെ ആവശ്യമാണ്. ദിലീപ് മാത്രമല്ല, ഇവളുടെ അമ്മയും അനിയത്തിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. അതുപോലെ തന്നെ തിരിച്ചു. ഇവളെയും കൊണ്ട് നിനക്ക് ഇവളുടെ വീട്ടിലേക്ക് പോവാൻ ഞാനൊരു തടസ്സമല്ല. എപ്പോ വേണമെങ്കിലും അമ്മയാങ്ങളെയൊക്കെ എവക്ക് പോയി കാണാം. അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തെന്താ ഒരു സംശയം പോലെ? എന്റെ അമ്മ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നാ കൂടുതൽ ആലോചിക്കണ്ട. നിന്റെ അമ്മ തന്നെയാ ഇപ്പൊ ഓരോന്ന് പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ. പിന്നെ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് വരാത്തത് ഒരു പരാതി പോലെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അയാൾക്ക് ബൈക്ക് എടുത്തോണ്ടൊന്ന് പറക്കുവാണെങ്കിൽ ഇവിടെ വന്ന് നിന്നെ കണ്ടിട്ടൊന്ന് പോവാവുന്നതല്ലേ ഉള്ളൂ.
സാധാരണ പെങ്ങന്മാരെ കല്യാണം കഴിച്ചയച്ച ആങ്ങളമാര് ഇടയ്ക്കൊക്കെ വന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കും. നിർഭാഗ്യവശ ദിലീപ് ഇതുവരെ ഈ വീട്ടില് കാലെടുത്ത് കുത്തിയിട്ടില്ല. ഒരു ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. അതുകൊണ്ട് മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാൻ പറ കേട്ടോ. ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മേ. ദിലീപേട്ടൻ എന്നെ വിവാഹം കഴിച്ചാ ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. അങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം അധികം മുന്നോട്ട് പോവില്ല. ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. ഏത് അർദ്ധരാത്രി വിളിച്ചാലും പോകേണ്ടി വരും. അതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. എന്ന് വെച്ചാ നമ്മുടെ പിടിവാശിയും ദേഷ്യമൊക്കെ ഇത്തിരി നിയന്ത്രിക്കണമെന്നർത്ഥം. അതൊക്കെ ഞാൻ ഏറ്റു. അമ്മ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തി തന്നാ മതി. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. മറ്റവനുമായിട്ട് ഇനി സംസാരിക്കാനോ സൗഹൃദം കൂടാനോ ഒന്നും പാടില്ല. ആരുമായിട്ട്? കാർത്തി എന്ന് പറയുന്നവനുമായിട്ട്. അവനൊക്കെ കല്യാണം മുടക്കിയുള്ള മുഖതറിയാലോ. ദീപയോടുള്ള ദേഷ്യം കാരണം അവനോട് കുറച്ച് കൂട്ടുകൂടിയെന്നല്ലാതെ അതിനപ്പുറം ഒരു ബന്ധവും എനിക്ക് അവനോടില്ലമ്മേ. പക്ഷെ അത് അവനറിയില്ലല്ലോ. അവനിപ്പോഴും മോളുടെ പിന്നാലെ നടക്കുകയല്ലേ. അത് ദോഷം ചെയ്യുമെന്ന് അമ്മ പറഞ്ഞത്. ഒന്നാമതേ ഗുണ്ടായുസും കാശും ഒക്കെ ഒരുപാടുള്ള കൂട്ടത്തിലാ. അത്തരക്കാരെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റമ്മേ. ഇനി അവൻ വിളിക്കുവാണെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞോളാം. ശരി, എന്നാ പിന്നെ മോള് കുളിച്ചൊരുങ്ങി നിക്ക്. പയ്യൻ ഉടനെ വരും. ഇത്ര രാവിലെ തന്നെ വരുമമ്മേ? വരുമെന്നാ ദീപ പറഞ്ഞത്. പിന്നെ ഡോക്ടറല്ലേ, അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവുന്ന കൂട്ടത്തിലാ അവരൊക്കെ. ഞാനും എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. അങ്ങോട്ട് കൊടുക്കുമോളെ. ഇങ്ങോട്ട് ഇരിക്കുമോളെ. വാ, കുടിക്കുമോനെ. ബേക്കറി പലഹാരം ഒന്നും വേണ്ടാന്ന് ഞാനാ ഗംഗയോട് പറഞ്ഞത്. അതുകൊണ്ട് ഗംഗ ഉണ്ടാക്കിയ പലഹാരം തന്നെയാ. അതെ, ഇവിടെ ബേക്കറി പലഹാരങ്ങളൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. പിന്നെ പിള്ളേര് പുറത്തേക്കൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാലായി. എന്നാലും അത് എനിക്കും രാഗത്തിനൊന്നും വയറിന് പിടിക്കില്ല മോനെ. ദീപേ, നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ ദേ ഈ ദിലീപ് മോനും ഒരു കാരണക്കാരന്. മൂത്തമ്മോളുടെ വീട്ടിൽ പോയ മോനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ അമ്മേ? എനിക്കൊരു സമാധാനമില്ല. അവന്റെ സ്വഭാവമല്ലേ. ഇനി ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞാ അവനും വിട്ടുകൊടുക്കില്ല. നല്ല സ്വഭാവം. ജയലാലേട്ടന്റെ അമ്മ ഏത് സ്വഭാവക്കാരിയാണെന്ന് ദിലീപേട്ടന് നന്നായിട്ട് അറിയാം. ദീപേച്ചിയെ കരുതിയെങ്കിലും കുറച്ച് വിനയത്തോടെ സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ അവനറിയാം. അതുകൊണ്ട് ഭയക്കുന്ന പോലൊന്നും സംഭവിക്കില്ലായിരിക്കും. സംഭവിക്കില്ല. കാരണം ചേച്ചി ഇവിടെ വന്ന് നിൽക്കരുതെന്ന് മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏട്ടന്. അതുകൊണ്ടാണല്ലോ അമ്മ പറഞ്ഞപ്പോ തന്നെ ഓടിപ്പോയതും. അതുകൊണ്ട് അവിടെ പോയിട്ട് മാന്യമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടേ വരൂ. മോളങ്ങോട്ട് വിളിച്ചിരുന്നോ? ഇല്ല. അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചേനെ. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഏട്ടൻ വന്നിട്ട് വിവരങ്ങൾ അറിയാവുന്ന കരുതി. ഓരോരോ ആൾക്കാരുടെ സ്വഭാവം നോക്കണ്ട. സത്യം പറഞ്ഞ അവർ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാ പിന്നെ മോക്ക വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് തന്നെ കരുതിയത്. ആ സ്ഥാനത്തിപ്പോ അമ്മായിമ്മ തന്നെ വന്ന് മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ദിലി ഡോക്ടറായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അസുഖങ്ങളുടെ കാലമാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് ഡോക്ടർമാരാ. അപ്പൊ അവര് കരുതി കാണും
ഇവിടെ ഒരു ഡോക്ടർ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും രോഗം വന്നാ ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുന്നു. അതവരുടെ തെറ്റിദ്ധാരണയാ. അതെന്താ അങ്ങനെ? അവർക്കൊരു അസുഖം വന്നാ മോൻ അവരെ നോക്കില്ലേ? ചേട്ടന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ചിട്ട് അമ്മയെ പോലും നോക്കുന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയൊന്നുമില്ല മോളെ. അവനവിടെ ഹോസ്റ്റലില് വലിയ കാശുള്ള പിള്ളേരുമായിട്ട് ഒന്നിച്ച് താമസിച്ചതിന്റെ ചില മാറ്റങ്ങളുണ്ട്. അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഉള്ളതാ. ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഹലോ കാർത്തി. ചാരുവിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്ന് വിളിക്കാൻ തോന്നി. എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെനിക്ക് ഇഷ്ടമല്ല. വിളിച്ച സ്ഥിതിക്ക് ഇനി കുറച്ചേരം സംസാരിച്ചൂടെ? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനിയിപ്പോ കുറച്ചു സമയം എന്നോട് സംസാരിക്കാതെ വെച്ചാ അതെനിക്ക് വിഷമാവും ചാരു. തന്റെ വിഷമം മാറ്റാൻ വേണ്ടി എനിക്ക് വെറുതെ കുറച്ചു സമയം കളയാൻ പറ്റില്ല കാർത്തി. എന്താടാ നിനക്ക് വേണ്ടത്? ഞാൻ ചാരുവിന്റെ അമ്മയാ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് എന്നോട് പറ. അല്ല അത് പിന്നെ ഞാൻ ചാരുവിനോടൊന്ന് സംസാരിക്കാൻ. അവള് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ നിനക്ക് എന്താടാ സൂക്കേട്? വെറുതെ പെൺകുട്ടികളെ മൊബൈലിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നോടാ. അമ്മേ, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. നിന്നെ പോലൊരുത്തൻ എന്റെ മോടെ ഫ്രണ്ട് ആവണ്ട. എനിക്കത് ഇഷ്ടമല്ല. മേലിൽ നീ അവളെ വിളിച്ചേക്കരുത്. എന്നെ ഇതുപോലെ ആരും ഇതുവരെ ആട്ടിയിട്ടില്ല. എന്നാ ഇപ്പൊ ആട്ടിയല്ലോ. ഇനി വിളിച്ചാ ഇതായിരിക്കില്ല. നീ എത്ര വലിയ തലതൊട്ടപ്പന്റെ മോനായാലും അവിടെ വന്ന് നിന്റെ കാരണത്തടിക്കും ഞാൻ. നിനക്കെന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ടാ വച്ചിട്ട് പോടാ. എനിക്കറിയാം അമ്മേ, ആ ദീപയുടെ ശത്രുവാണല്ലോ ഇവൻ. അതുകൊണ്ടാ ഇവനുമായിട്ട് ഇത്തിരി അടുപ്പം കാണിച്ചത്. അല്ലാതെ അവരോട് എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ ഒരു ജയിൽ പുള്ളിയൊക്കെ മോൾക്ക് എന്തിനാ മോളെ? അല്ല, അത് പറഞ്ഞപ്പോ മോളുടെ മുഖം എന്താ മാറിയത്? അത് പിന്നെ അമ്മയും ജയിൽ പുള്ളിയാ. അതുകൊണ്ട് അല്ല, ദിലീപേട്ടനും ഞാനൊരു ജയിൽ പുള്ളിയുടെ മകളാണെന്ന് ചിന്തിച്ചാ ചിലപ്പോ ഈ കല്യാണം നടക്കാതെ വരില്ലേ അമ്മ? ഞാൻ ജയിലിൽ പോകാനുണ്ടായ സാഹചര്യമൊക്കെ അവർക്കെല്ലാം അറിയാം. അതെന്റെ മൂത്ത മരുമോളും അവളുടെ അമ്മയും കൂടി പറ്റിച്ച പണിയാണെന്നും അറിയാം. പിന്നെ ഞാൻ ജയിലിൽ കിടന്നതിനേക്കാളും നാണക്കേടുണ്ടാക്കിയിട്ടാ ഒരുത്തി ഇവിടെ എന്റെ മരുമകളായിട്ട് വന്നത്. ആ ബോധമുള്ള അവളും അവളുടെ അമ്മയും ഞാൻ ജയിലിൽ കിടന്നത് ഒരു കുറവായിട്ട് കാണില്ല. എന്റെ മോളെ, ഈ വീട്ടിൽ അവളെ നിർത്താൻ കൊള്ളാവോ? അവളെ മരുമകളെ എനിക്ക് വിളിക്കാൻ പറ്റുമോ? എന്നിട്ടും സഹിക്കുന്നതേ ഒരു ഡോക്ടറെ മരുമകനായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാ. എന്റെ മോളൊരു ഡോക്ടറുടെ ഭാര്യയാവാൻ വേണ്ടി മാത്രമാ. അത് മനസ്സിലാക്കി നേരെ ചൊവ്വേ പോയാ അവള് മാർക്ക് കൊള്ളാം. അമ്മ പറഞ്ഞ് ഞാനും ഒരുപാട് ആഗ്രഹിച്ചു പോയമ്മ. ഇനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ അതെനിക്ക് അമ്മയെക്കാളും വിഷമായിരിക്കും. നടക്കും മോളെ, നടക്കും. ഇനിയിപ്പൊ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കേണ്ടതേ അവളുടെ കടമയാ, ദീപയുടെ. അവരോടൊക്കെ ഇത് പറയണ്ടേ അമ്മേ? പറയണം. അവളുടെ വീട്ടിലോട്ട് ഞാൻ പോവാൻ പോവാ, ജയനെയും കൂട്ടി. അത് കഴിഞ്ഞാ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. പിന്നെ എടുപിടിയെന്നായിരിക്കും കാര്യങ്ങൾ പോവാൻ പോകുന്നത്. കെട്ടുകണക്കിന് സ്ത്രീധനം ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവര് 101 പവൻ അവ കിട്ടു തന്നല്ലോ, അത് നമ്മൾ അങ്ങ് തിരിച്ചു കൊടുക്കും. പിന്നെ ജയൻ നിനക്ക് വേണ്ടി കുറച്ചു തുക മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൊടുക്കും. ശരിക്കും പറഞ്ഞ ഈ കല്യാണം നടന്ന ലോട്ടറി അടിക്കുന്നത് മോൾക്കാ. അവൻ നല്ല പഠിപ്പുള്ളൊരു ഡോക്ടറാ, മിടുക്കനാ. അമ്മയ്ക്കും വയസ്സായി വരുമല്ലേ. ഇനിയിപ്പൊ അത്യാവശ്യം അസുഖങ്ങളൊക്കെ അമ്മയുടെ ശരീരത്തിൽ കുടിയേറി പാർക്കും.
ആ സമയത്ത് കുടുംബത്തിൽ ഡോക്ടർ ഇരിക്കട്ടെ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.